സൽസ്വഭാവം എന്നത് സത്യവിശ്വാസിയെ സംബന്ധിച്ച് അമൂല്യമായ ധനമാണ്. നാളെ ആഖിറത്തിൽ വെച്ചിട്ട് അവൻ്റെ മീസാനിൽ ഭാരം തൂക്കിക്കൊടുക്കുന്ന, അവൻ്റെ നന്മകൾക്ക് ഭാരം കൂട്ടിക്കൊടുക്കുന്ന ഒരു അമൂല്യ ധനമാണ്. അമൂല്യമെന്ന് പറയുന്നത് മൂല്യം കണക്കാക്കാൻ പറ്റാത്തത് എന്നർത്ഥം. എന്തുകൊണ്ടാണ് മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാ മിൻ ഷൈഇൻ അസ്ഖൽ ഫി മീസാനിൽ മുഅ്മിൻ യൗമൽ ഖിയാമ മിൻ ഹുസ്നുൽ ഖുൽഖ് എന്നുള്ളൊരു പ്രയോഗം നടത്തിയത്? മീസാനിൽ ഖിയാമത്ത് നാളാകുന്ന സമയത്ത് മുഅ്മിനിൻ്റെ മീസാനിൽ നല്ല സ്വഭാവത്തേക്കാൾ ഭാരമുള്ള മറ്റൊന്നുമില്ല എന്ന് പറയുമ്പോൾ, ഈ നല്ല സ്വഭാവത്തിന് ഇത്രക്കും ഭാരം കൂടാനുള്ള കാരണം എന്താണെന്ന് മുഹദ്ദിസീങ്ങളും മുഫസ്സിരീങ്ങളും ഉലമാക്കളൊക്കെ പറയുന്നത്, ഒന്നാമത്തത് ധാരാളം കാരണമുണ്ട്. ഒന്നാമത്തത് മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് പറയുന്നിടത്ത് പറയുന്നത് ഇന്നക ലഅലാ ഖുലുഖിൻ അദീം. മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് അള്ളാഹ് പറഞ്ഞത്, നിശ്ചയം താങ്കൾ ഒരു മഹത്തായ സ്വഭാവത്തിലാണ്. അതായത് നല്ല സ്വഭാവം എന്ന് പറയുന്നത് ശക്തമായ ഈമാനാണ്. മോശ സ്വഭാവം എന്ന് പറയുന്നത് ഹൃദയ രോഗങ്ങളുടെ അടയാളവുമാണല്ലോ. ഈ നല്ല സ്വഭാവം, നല്ല ഈമാൻ എന്ന് പറയുന്നത് അത് ഹൃദയത്തിൻ്റെ ഭാരമാണ്. ഒരു മുഅ്മിനെ സംബന്ധിച്ച് നല്ല സ്വഭാവം ഒരു പുറഭംഗിയല്ല, മറിച്ച് ഉള്ളിലെ ഈമാനിൻ്റെ പ്രകാശമാണല്ലോ. അതുകൊണ്ടാണ് മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രശംസിച്ചുകൊണ്ട് വ ഇന്നക ലഅലാ ഖുലുഖിൻ അദീം എന്ന് പറഞ്ഞത്. മറ്റൊന്ന്, നല്ല സ്വഭാവമുള്ളവർക്ക് അത് പ്രത്യേകമായിട്ട് ഉപകാരം ചെയ്യുന്നു. പ്രത്യേകിച്ച് സൽസ്വഭാവമുണ്ടെങ്കിൽ അത് കുടുംബത്തിനും സമുദായങ്ങൾക്കും പാവപ്പെട്ടവർക്കും എന്തിനോളം പറയും ശത്രുക്കൾക്ക് പോലും ഉപകാരപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഇന്നൽ മുഅ്മിന ലയുദ്രികു ബിഹുസ്നി ഖുൽഖിഹി ദറജത സ്വാഇമിൽ ഖായിം. നല്ലപോലെ നിസ്കരിക്കുന്ന, നല്ലപോലെ നോമ്പ് നോൽക്കുന്ന ആൾക്ക് എത്രത്തോളം മഹത്വമുണ്ടോ, ആ മഹത്വത്തിലേക്ക് നല്ല സ്വഭാവം കൊണ്ട് ഒരു മുഅ്മിനായ മനുഷ്യന് എത്തിപ്പെടാൻ സാധിക്കുമെന്ന് മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റൊന്നാണ് ഈ വിഷയത്തിലെ കൂട്ടി പറയുമ്പോൾ, മറ്റൊന്നാണ് സൽസ്വഭാവം ബുദ്ധിമുട്ടുള്ളൊരു ഇബാദത്ത് തന്നെയാണ്. കാരണം കോപം, ദേഷ്യം, ഇങ്ങനെയൊക്കെ ശത്രുക്കൾക്ക് പോലും മാപ്പ് കൊടുക്കുക, വിനയപ്പെടുക, ഇതൊക്കെ ശരീരം പ്രതിരോധിക്കുന്ന, ശരീരം പ്രത്യേകിച്ച് ശൈത്താനിൻ്റെ ഭാഗത്തു നിന്ന് പ്രതിരോധം വരുന്ന വലിയ ജിഹാദാണ്. അതിനാൽ തന്നെ ഈ പ്രതിഫലം വലുതായതുകൊണ്ട് തന്നെ, ഈ പ്രതിഫലത്തിൻ്റെ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ ധാരാളം ബുദ്ധിമുട്ട് ഈ വിഭാഗത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാകും. സ്വാഭാവികമാണ്. ശൈത്താൻ്റെ ഫിത്തന വരുന്ന സമയത്ത് നമുക്ക് ധാരാളം എഫേർട്ട് എടുക്കേണ്ടി വരും. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഇമാം ഗസാലി തങ്ങൾ പറയുന്നുണ്ട്, ഹുസ്നുൽ ഖുൽഖ് എന്ന് വിശദീകരിച്ചുകൊണ്ട്, മുഖപ്രസന്നതയും ഉപദ്രവത്തെ ഒഴിവാക്കുക, മറ്റുള്ളവരുടെ ഉപദ്രവം സഹിക്കുക, ഇതൊക്കെ നല്ല സ്വഭാവമാണ്. വബസ്തുൽ വജ്ഹ് വകഫുൽ അദാ വഹ്തിമാലുൽ അദാ എന്ന് ബഹുമാനപ്പെട്ട ഇമാമുന ഗസാലി റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്. അങ്ങനെ നമുക്കിതിങ്ങനെ എണ്ണുമ്പോൾ ഈ ഒരു സത്യസന്ധത അല്ലെങ്കിൽ സത്യസന്ധമായിട്ടുള്ള സ്വഭാവം, സൽസ്വഭാവം, ഇത് ഭാരം തൂങ്ങണമെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കാര്യമായ എന്തൊക്കെ വേണമല്ലോ. അപ്പോൾ സൽസ്വഭാവത്തിൽ പലതും ഉൾക്കൊള്ളുന്നുണ്ട്. ആ പലതിൻ്റെയും മഹത്വം വലുതായതുകൊണ്ടാണ് സത്യസന്ധത അല്ലെങ്കിൽ സത്യസ്വഭാവം എന്ന് പറയുന്നത്, ഹുസ്നുൽ ഖുൽഖ് എന്ന് പറയുന്നത് ഇത്രക്കും ഭാരം തോന്നിപ്പിക്കുന്നത് എന്നാണ് മുഹദ്ദിസീങ്ങൾ വിശദീകരിച്ചുകൊണ്ട് പറയുന്നത്. അതിലൊന്നാമത്തത് സത്യം പറയുക എന്നുള്ളതാണ്. യാ അയ്യുഹല്ലദീന ആമനൂ ഇത്തഖുല്ലാഹ വകൂനൂ മഅസ് സ്വാദിഖീൻ. സത്യസന്ധരോട് കൂടിയാവുക എന്ന് പറയുന്നുണ്ടല്ലോ. ഇന്ന സിദ്ഖ യഹ്ദി ഇലൽ ജന്ന. സത്യം പറയുക എന്നുള്ള സ്വർഗ്ഗത്തിലേക്ക് നയിക്കുന്നു എന്ന് മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ സ്വർഗ്ഗം കിട്ടുന്ന, ഹൃദയത്തിന് സമാധാനം കിട്ടുന്ന, ജനങ്ങളുടെ വിശ്വാസം കിട്ടുന്ന ഈ സത്യം പറച്ചിൽ, സത്യം പറയുക എന്നുള്ള ആ ഒരു ഗുണം, ആ ഒരു വിശേഷണം അല്ലെങ്കിൽ ആ ഒരു പ്രതിഫലം കിട്ടുന്ന പ്രവർത്തനം ഈ പറയപ്പെടുന്ന ഹുസ്നുൽ ഖുൽഖിൻ്റെ ഉള്ളിൽപ്പെടുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് മീസാൻ ഭാരം തൂങ്ങുമല്ലോ. മറ്റൊന്ന്, ക്ഷമിക്കുക എന്നുള്ള ഇന്നമാ യുവഫസ് സ്വാബിറൂന അജ്റുഹും ബിഗൈരി ഹിസാബ്. കണക്കറ്റ പ്രതിഫലമാണ് ക്ഷമയുള്ളവർക്ക് കൊടുക്കപ്പെടുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ അല്ലാഹ് പറയുന്നുണ്ട്. വമൻ യതസബ്ബർ യുസബ്ബിറുഹുല്ലാഹ് എന്ന് പറയുന്നുണ്ട്. ക്ഷമിക്കാൻ കഴിവുള്ളവരാരൊക്കെയാണ് അല്ലാഹ് അവർക്ക് ക്ഷമിക്കാനുള്ള കഴിവ് കൊടുക്കും, ക്ഷമിക്കുന്നതിനുള്ള കൂലി കൊടുക്കുമെന്ന് ഹദീസിൽ കാണാൻ പറ്റും. കണക്കറ്റ പ്രതിഫലം, ആ പ്രതിഫലമുള്ള ക്ഷമ എന്ന് പറയുന്നത് സൽസ്വഭാവത്തിൻ്റെ ഗണത്തിൽ നമ്മുടെ ഉലമാക്കൾ പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല കോപത്തെ നിയന്ത്രിക്കുക എന്ന് പറയുന്നത് ഹദീസിൽ ഈ കോപത്തെ സംബന്ധിച്ച് ധാരാളം പറയുന്നുണ്ട്. ലൈസ ഷദീദു ബിസ്സുർഅ, ഗുസ്തിയിൽ വിജയിക്കുന്നവനല്ല ശക്തൻ എന്ന് പറഞ്ഞുകൊണ്ട് ഹദീസിൽ കാണാൻ പറ്റും. ഇന്നമ ഷദീദുല്ലദീ യംലികു നഫ്സഹു ഇൻദൽ ഗളബ്. ദേഷ്യം പിടിക്കുന്ന സമയത്ത് സ്വന്തം നഫ്സിനെ നിയന്ത്രിക്കാൻ കഴിയില്ല, സ്വന്തം ശരീരത്തെ, സ്വന്തം വൈകാരികമായ ആ ഒരു എമോഷണലായിട്ടുള്ള ആ ഒരു വൈകാരികമായിട്ടുള്ള നിമിഷത്തെ നിയന്ത്രിക്കാൻ കഴിയുന്നവനാണ് ശക്തൻ എന്ന് പറഞ്ഞുകൊണ്ട് വിശുദ്ധ ഖുർആനിൽ കാണാൻ പറ്റും. വൽകാദിമീനൽ ഐദ വൽ ആഫീന അനിന്നാസ്. അല്ല മുഅ്മിനീങ്ങളെ സംബന്ധിച്ച് പറഞ്ഞതാണ്, കോപം അടക്കി വെക്കുന്ന ആളുകളുണ്ടല്ലോ, ജനങ്ങൾക്ക് മാപ്പ് കൊടുക്കുന്ന ആളുകൾ, അവരാണ് യഥാർത്ഥ സത്യവിശ്വാസികളെന്നൊക്കെ വിശുദ്ധ ഖുർആൻ ബോധ്യപ്പെടുത്തുന്നുണ്ട്. അള്ളാഹുവിൻ്റെ സ്നേഹം, ജനങ്ങളുടെ ആദരം, വലിയ ആത്മബലം, ഇതൊക്കെ തന്നെയാണ് ദേശത്തെ അടക്കി വെക്കുക. അതും സത്യസന്ധത, സത്യസ്വഭാവത്തിൽപ്പെട്ടതാണ്. മാത്രമല്ല പാവപ്പെട്ട ആളുകൾക്ക് മാപ്പ് കൊടുക്കുക. വിശുദ്ധ ഖുർആനിൽ അത് സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. ഹദീസിലും കാണിക്കാൻ പറ്റും, മാ സാദല്ലാഹു അബ്ദൻ ബിഅഫ്വിൻ ഇല്ലാ ഇസ്സ. മാപ്പ് നൽകുന്ന ഒരു ദാസൻ്റെ മാന്യത അള്ളാഹു വർദ്ധിപ്പിക്കുമെന്ന് വിശുദ്ധമായ ഹദീസിൽ കാണാൻ പറ്റും. അള്ളാഹുവിൻ്റെ മാപ്പ് അവർക്ക് ലഭിക്കുമല്ലോ, വളരെ വലിയ സമാധാനം കിട്ടും. ഇതൊക്കെ
ഈ സത്യ സ്വഭാവം എന്ന് പറയുന്ന നല്ല സ്വഭാവത്തിൻ്റെ ഉള്ളിൽപ്പെട്ടതാണ്. അതുപോലെ തന്നെ വിനയം, മൻ തവാദഅ റഫഅഹുല്ലാഹ്, വിനയം കാണിച്ചാരാണ് അവർക്ക് അള്ളാഹു ഉന്നതി കൊടുക്കുമെന്ന് ഹദീസിൽ കാണാൻ പറ്റും. ജനങ്ങളുടെ സ്നേഹം കൊടുക്കും, അഹങ്കാരത്തിന് സംരക്ഷണം കൊടുക്കും. അതുപോലെ തന്നെ ഈ സത്യ സ്വഭാവത്തിൽ സൽസ്വഭാവത്തിൽ പെട്ടതാണ് കാരുണ്യം കാണിക്കുക. അർറാഹിമൂന യർഹമുഹുർ റഹ്മാൻ എന്നാണ്. കരുണ കാണിക്കുന്നവനോട് കാരുണ്യവാനായിട്ടുള്ള അള്ളാഹു കരുണ കാണിക്കും, അള്ളാഹുവിൻ്റെ കരുണ കിട്ടും. അതുപോലെ തന്നെ ജനങ്ങളുടെ ഹൃദയത്തിൽ നല്ലൊരു സ്ഥാനം കിട്ടും. അതുപോലെ തന്നെ ഹദീസിൽ കാണാൻ പറ്റും പുഞ്ചിരി, നിൻ്റെ സഹോദരൻ്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കൽ പോലും നിനക്ക് ധർമ്മമാണ്. എത്ര നല്ല സ്വഭാവമാണ് ഈ ധർമ്മം ഇങ്ങനെ കിട്ടുമ്പോൾ. ഇതൊക്കെ സൽസ്വഭാവത്തിൻ്റെ ഗണത്തിൽപ്പെടുന്നത് കൊണ്ട് തന്നെ എത്രയോ ധർമ്മം നമ്മൾ അറിയാതെ കിട്ടുന്നുണ്ടല്ലോ. സൽസ്വഭാവത്തിനായിരിക്കും ഭാരം തൂക്കമുണ്ടാവുക. അയൽവാസിയോട് നല്ല രൂപത്തിൽ പെരുമാറുക. മസാല ജിബ്രീലു യൂസീനി ബിൽ ജാർ എന്ന മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ ഇടയ്ക്കെടുക്ക് വന്നുകൊണ്ട് എന്നോട് അയൽവാസിയെ പരിഗണിക്കണേ എന്ന് നിരന്തരം ഉപദേശിക്കുമായിരുന്നു. ഈമാനിൻ്റെ പൂർണ്ണത അതിലാണ്. ഈമാനിൻ്റെ പൂർണ്ണതയും സമുദായത്തിൻ്റെ ഐക്യവും സമാധാനവും സ്വർഗത്തിലേക്കുള്ള വഴിയൊക്കെയാണ് ഈ പാവപ്പെട്ട ഒരു പണക്കാരി എന്നൊന്നുമില്ല. യഥാർത്ഥത്തിൽ അയൽവാസികളോട് കരുണ കാണിക്കുക, അവരോട് നല്ല രൂപത്തിൽ പെരുമാറുക എന്നുള്ളത്. അതുപോലെ തന്നെ ഇന്നല്ലാഹ റഫീഖ് യുഹിബ്ബുർ റിഫ്ഖ്, അള്ളാഹു സൗമ്യനാണ്, സൗമ്യതയെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു. ജനങ്ങളോടൊക്കെ സൗമ്യമായിട്ട് പെരുമാറുക എന്നുള്ളതും സത്യസന്ധമായിട്ടുള്ള സൽസ്വഭാവത്തിൽ പെട്ടതാണ്. അതുപോലെ തന്നെ അസൂയ ഒഴിവാക്കുക. ലാ തഹാസദൂ എന്ന ഹദീസിൽ കാണാൻ പറ്റും. പരസ്പരം ഒരിക്കലും അസൂയ വെക്കരുത് എന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ ധാരാളം നന്മകൾ ചേർന്നതാണ് സൽസ്വഭാവം എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടൊന്ന് ആലോചിക്കുമ്പോൾ ഈ സൽസ്വഭാവത്തിന് ഭാരം തൂക്കമില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. അപ്പോൾ ഇത്രക്കും വലിയ കുറേ കാര്യങ്ങളുണ്ട്. നമ്മൾ എന്തൊക്കെ നല്ല പ്രവർത്തനം ചെയ്യുന്നു അതൊക്കെ സൽസ്വഭാവമാണ്. ഈ സൽസ്വഭാവമാണ് മീസാനിൽ ഏറ്റവും കൂടുതൽ ഭാരം കൊടുക്കുന്നത്. മീസാനിലെ ഭാരം കൊടുക്കുന്നതിന് ഓരോ നന്മകളും ഓരോ പ്രവർത്തനത്തിനും നമ്മൾ പരിശോധിക്കുമ്പോൾ ആ പ്രവർത്തനത്തിനും അതിൻ്റേതായ മഹത്വമുണ്ട്. ഈ മഹത്വങ്ങളൊക്കെ നിറഞ്ഞതായ ഒരു പ്രവർത്തനത്തിൻ്റെ കൂട്ടായ്മയാണ്, സംഗമമാണ്, ശേഖരമാണ് സൽസ്വഭാവം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ സ്വഭാവം നന്നാക്കുക എന്നുള്ളതിലാണ് ആഖിറത്തിലെ വിജയം കിടക്കുന്നത്.